പതിറ്റാണ്ടായി വടക്കാഞ്ചേരിയുടെ കന്നഡ വ്യാപാര രംഗത്ത് വിശ്വസ്ത സേവന പാരമ്പര്യമുള്ള ജോൺസൺ കന്നഡ വ്യാപാരം ഇപ്പോൾ ആധുനിക രീതിയിൽ നവീകരിച്ച ഷോറൂമിൽ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ പരിശോധന, ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള സർട്ടിഫിക്കറ്റുകൾ, വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ആന്റി ഗ്ലെയർ ബ്ലൂ കട്ട് ലെൻസുകൾ കുറഞ്ഞ വിലയിൽ, ദിവസവും രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെ ക്വാളിഫൈഡ് ഒപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം, എല്ലാവിധ ബ്രാൻഡഡ് ഫ്രെയിമുകൾ, ലെൻസുകൾ എന്നിവ കുറഞ്ഞ നിരക്കിൽ. ജോൺസൺ കന്നഡ വ്യാപാരം, ജോൺസ് ടവർ, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. ഫോൺ 94963474. ഇന്ത്യ സഖ്യം വിട്ട് ആം ആദ്മി പാർട്ടി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമായിരുന്നു സഖ്യമെന്നാണ് MP വക്താവ് അനുരാഗ് ധണ്ട വ്യക്തമാക്കിയിരിക്കുന്നത്. കോൺഗ്രസ് BJPയും തമ്മിൽ രഹസ്യധാരണയുണ്ടെന്നും അനുരാഗ് ധണ്ട ആരോപിച്ചു. എക്സിൽ പങ്കുവച്ച കുറിപ്പിലായിരുന്നു അനുരാഗ് ധണ്ട കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാഷ്ട്രീയ നേട്ടമുണ്ടാകാൻ കഴിയുന്നത് മാത്രമാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറയുന്നതെന്ന് അനുരാഗ് ധണ്ട പറഞ്ഞു. ഇതിന് പകരമായി കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും കേസുകളിൽ പെടാതെ മോദി രക്ഷിച്ചെടുക്കുകയാണെന്നും അനുരാഗ് ധണ്ട പറഞ്ഞു. ഈ നിലയിൽ രഹസ്യധാരണ വെച്ച് പുലർത്തുന്ന കോൺഗ്രസുമായി ഇനി സഖ്യം വേണ്ട എന്നാണ് നിലപാടെന്നും അനുരാഗ് ധണ്ട വ്യക്തമാക്കി. പ്രത്യേക പാർലമെന്ററി യോഗം വിളിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യ സഖ്യത്തിലെ MPമാർ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്ത് നൽകിയിരുന്നു. ഡൽഹിയിൽ യോഗം ചേർന്ന് തീരുമാനിച്ച ശേഷമായിരുന്നു കത്ത് നൽകിയത്. ഈ യോഗത്തിൽ നിന്ന് ആം ആദ്മി നേതാക്കൾ വിട്ടുനിന്നിരുന്നു. ആവശ്യം ഉന്നയിച്ച് സ്വന്തം നിലയ്ക്ക് കത്ത് നൽകുമെന്നായിരുന്നു ആം ആദ്മി വ്യക്തമാക്കിയത്. ഇതിന് പിന്നാലെയാണ് കോൺഗ്രസുമായി ഒത്തുപോകാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കി ആം ആദ്മി രംഗത്തെത്തിയിരിക്കുന്നത്. നേരത്തെ ഡൽഹി, ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ആം ആദ്മി ഒറ്റയ്ക്കായിരുന്നു മത്സരിച്ചിരുന്നത്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി നേതാവ് അരവിന്ദ് കെജ്രിവാളും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും നടത്തിയ ആരോപണ പ്രത്യാരോപണങ്ങൾ വാർത്തയിൽ ഇടം പിടിച്ചിരുന്നു. കേന്ദ്രതലത്തിൽ ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുകയും ഡൽഹി തെരഞ്ഞെടുപ്പിൽ മുന്നണിയിലെ മുഖ്യകക്ഷിയായ കോൺഗ്രസിനെ തള്ളിപ്പറയുകയും ചെയ്ത അരവിന്ദ് കെജ്രിവാളിന്റെ നിലപാടിനെതിരെ വിമർശനം ഉയർന്നിരുന്നു. എന്നാൽ കോൺഗ്രസിനെതിരെ അരവിന്ദ് കെജ്രിവാൾ ആരോപണങ്ങൾ തുടർന്നു. തിരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസിനും ആദ്മിക്കും കനത്ത തിരിച്ചടി നൽകിയിരുന്നു. വരുന്ന ബീഹാർ അടക്കമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് ആം ആദ്മിയുടെ തീരുമാനം. ന്യൂസ് ഡെസ്ക് എനിടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനിടൈം ന്യൂസ്.